സൂപ്പർ. DQ, a luxury redefined brand. ഈ ലോകത്ത് എത്ര തരം ഭക്ഷണ വിഭവങ്ങളുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതൊരിക്കലും അറിയാനും സാധിക്കത്തില്ല. പലതരം വിപ്ലവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫുഡിൻ്റെ വിപ്ലവം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിപ്ലവം കേട്ടോ, കരളിൻ്റെ വിപ്ലവം. അതായത് നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. കരൾ വിപ്ലവം നമുക്കൊന്ന് കാണണം. സേവരേട്ടാ എവിടെയാണ്? എവിടെ പോയാള്? സേവരേട്ടാ എനിക്ക് ടിക്കറ്റ് വേണം കേട്ടോ. സേവരേട്ടാ അടുത്ത കളിയിൽ ടിക്കറ്റ് കിട്ടുമോ? ഏത് മോഡൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്തിനാണ് പ്രധാനമായിട്ട് ഇവിടെ ആൾക്കാർ തേടി വരുന്നത്? പ്രധാനമായിട്ട് ചില്ലി ചിക്കൻ, ലിവർ സമൂസ, മീറ്റ് സമൂസ, ചിക്കൻ ഈ ചില്ലി ചിക്കൻ സമൂസ ഇങ്ങനെയൊക്കെയാണ് വന്നത്. ചില്ലി ഗോപി അങ്ങനെ കുറെ സമൂസകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് അറിയണില്ല, ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോ ഇവിടെ മാത്രം ഇത് ഉള്ളെന്നുള്ളത്. ആൾക്കാർ വന്ന് പറഞ്ഞപ്പോഴാണ് നമ്മ അറിയണത് സമൂസ വേറെ ഒരിടത്ത് ഇത് ഇല്ലാന്ന്. ചില്ലി 196 രാജ്യങ്ങളിൽ ഒരിടത്തുമില്ല കരള് കൊണ്ടുള്ള സമൂസ. അത് ഗംഭീരമായിരിക്കും. ഇവിടെ ആൾക്കാർ ധാരാളം വന്ന് കഴിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഓടിക്കേറിയത്. ടിക്കറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. ടിക്കറ്റിന് പകരം ഇത് വാങ്ങി കൊടുക്കാം. സമൂസകള് ഏതുവിധം സമൂസകളും ടേസ്റ്റിൽ അവിടെ ഉണ്ടാക്കി കൊടുക്കാം. മകനെ കോക്കനട്ട് ലിവർ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞേട്ടാ, ഒരു ബോർഡ് പോലും ഇല്ല, പക്ഷെ ജനങ്ങൾ ക്യൂ ആണ്. അത് ആൾക്കാർ പറഞ്ഞു കേട്ട് ഇങ്ങനെ വന്നതാണ്. എന്നോട് ചോദിക്കണത് ഇത് സമൂസ ഇവിടെ ആദ്യമായിട്ടാണ് കിട്ടുന്നത്, അപ്പൊ വേറെ ഒരിടത്തും ഉണ്ടാകും. ഞാൻ അങ്ങനെയാണ് അറിയണത് സമൂസ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കണേന്ന്. ഇത് എവിടുന്നാ പർച്ചേസ് ചെയ്യുന്ന കരള്? ഞാനിങ്ങോട്ട് പോരുന്ന വഴി ഓരോ സ്ഥലത്ത് ഇങ്ങനെ ബീഫൊക്കെ വിൽപ്പന ഉണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോരും. അപ്പൊ ഞാൻ ഇവിടെ എത്തുമ്പോ ഒരു 9-10 മണിയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ മാർക്കറ്റിലേക്ക് കയറി വരുമ്പോ അപ്പൊ അന്നന്ന് മേടിച്ചോണ്ട് പറയുകയാണെങ്കിൽ ചിക്കൻ മേടിക്കും, അത് കഴിഞ്ഞ് ലിവർ, ബീഫ്, അപ്പൊ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ. ഇത് സ്റ്റേഡിയത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. യുവാക്കളും യുവതികളും കരളെ പൊന്നെന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന സ്ഥലമാണ്. ശരിക്കും കരളിന്റെ പ്രവർത്തനം നടക്കുന്ന ഇവിടെയാണ്. ഒരുവിധം കരള് പോയവർക്ക് നമുക്ക് കരൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഒരു ലവ് കോർണർ ആക്കി എടുക്കണമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇത് പുഴുങ്ങി വെച്ചിട്ടാണ് ചേട്ടാ ഇങ്ങോട്ടേക്ക് ഇപ്പൊ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ആദ്യം തന്നെ ഇത് പുഴുങ്ങി വെക്കും. ലിവർ പുഴുങ്ങി വേവിച്ചാലാണ് ക്ലിയർ ആവുള്ളൂ. എല്ലാ കറികൾക്കും ലിവർ പുഴുങ്ങണം. പുഴുങ്ങി വെച്ചിട്ട് അത് നമ്മൾ കട്ട് ചെയ്ത് മസാലയിലേക്ക് ചേർക്കലാണ്. എന്തൊക്കെ മസാല ഇടുന്നേ? സത്യസന്ധമായി പറഞ്ഞേ. നമ്മുടെ സാധാരണ കറി മസാലകളെല്ലാം ചേർക്കും. നമ്മ ഈ ഗരം മസാല ഇല്ലേ, ചിക്കൻ മസാല, അങ്ങനെയുള്ള മസാലകൾ ചേർക്കും. പിന്നെ ആ കൂട്ടത്തിൽ ഈ ലിവർ, ഈ കോക്കനട്ട് പീസ് ഫ്രൈ ആക്കി എടുക്കുകയാണ്. ജീവിതത്തിൽ ഫ്രൈ ആക്കി എടുക്കും. ആ ഫ്രൈ അങ്ങോട്ട് ഓരോ സമൂസയിലും നമ്മ ഫില്ല് ചെയ്ത് ഇതേ മോഡൽ തന്നെ ചില്ലി ചിക്കൻ്റെയും ഇതുപോലെ തന്നെയാണ്. നമ്മ ഒരു പ്ലേറ്റിൽ കൊടുക്കണ വിധത്തിൽ ഒരു സമൂസക്കകത്ത് എത്ര കൊള്ളാമോ അതുപോലെ നമുക്ക് കൊള്ളിച്ചെടുക്കും. ഷീറ്റ് ഇവിടെ തന്നെ അടിക്കുന്നത് സമൂസയുടെ ഷീറ്റ് ഞാൻ വാങ്ങിച്ചിട്ട് വരും. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ചേച്ചി സമൂസയുടെ ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം പറഞ്ഞ് വലുതാക്കി ഉണ്ടാക്കിയെടുക്കും. എന്നാലേ നമുക്ക് സമൂസ വലിപ്പമുള്ള സമൂസ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചെറിയ സമൂസ ആയിപ്പോ. വലിപ്പം കൂടിയ ടൈപ്പ് ആയിരിക്കും അല്ലേ? ഒരു മീഡിയം വലിപ്പം, സാധാരണ കാണുന്നതിലും വലിപ്പം ആയിരിക്കുള്ളൂ. കരള് ഉൾക്കൊള്ളണ്ടേ, അപ്പൊ അതിനനുസരിച്ച് വലിപ്പം വരും. അതിനകത്ത് ഉൾക്കൊള്ളിച്ച് എടുക്കണം നമുക്ക്. ഈ ലിവർ സമൂസനെ ഒന്ന് എണ്ണയിലേക്ക് പൊരിക്കാൻ പോയാണ്. ചേട്ടൻ പൊരിച്ചോ? സേവരേട്ടാ എനിക്കൊരു സംശയം, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? കറക്റ്റായിട്ട് ഉത്തരം പറയണം, ചേച്ചി കേൾക്കണ്ട. ആയ കാലത്ത് എന്റെ കരള് തരാം കരളെ എന്ന് ആരോടേലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ആകെ വന്ന ഭാര്യനോട് പറഞ്ഞിട്ടുള്ളത്. ചേച്ചിയുടെ ഭാഗ്യം. ചേട്ടന്റെ ഇത് ദൂരെ നിന്ന് ആൾക്കാർ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് പാഴ്സലായിട്ട്? പാഴ്സൽ ഒന്ന് ചോദിച്ച് പാഴ്സൽ വാങ്ങിച്ചോണ്ട് പോകും. വന്നിരുന്ന് കഴിക്കണവരും ഒരുപാടുണ്ട്. വന്നിരുന്ന് ഇവിടെ കഴിക്കുന്നവരും കോളേജ് പിള്ളേരൊക്കെ ഇങ്ങനെ വന്നിട്ടേ അവര് ഗ്യാങ് ഇങ്ങനെ വരും, കഴിച്ചിട്ട് പോകും. ഇതൊരു കൗതുകം പോലെ കണ്ട ആൾക്കാർ വന്ന് മേടിച്ചിട്ടുണ്ടോ? അത് ഇതുപോലെ തന്നെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ട് ഇങ്ങനെ ഓരോരുത്തരോട് ഇന്ന സാധനം ഉണ്ട്, ഇവിടെ ഉണ്ട്, ഈ ചില്ലി ചിക്കൻ ഉണ്ട്, ചില്ലി ഗോപി ഉണ്ട്, മീറ്റ് ഉണ്ട്, ലിവർ ഉണ്ട്, എഗ്, എല്ലാ സമൂസകളും, വെജിറ്റബിൾ സമൂസ ഉണ്ട്. അപ്പൊ ഇത് പറഞ്ഞു കേട്ട് അങ്ങനെ വന്ന് വാങ്ങിക്കണതാണ്. ഇതിൽ ഏറ്റവും മിടുക്കൻ ആരാ? ഈ ചില്ലി ചിക്കൻ ആണോ അതോ ഈ കരളാണോ? കരളും കൂടുതൽ പോകുന്നുണ്ട്, ഈ ചില്ലി ചിക്കനും പോകുന്നുണ്ട്. രണ്ടും ഒരേപോലെ മൂവിങ് ഉള്ളതാണ്. എന്തിന്റെയൊക്കെ കരളാണ് യൂസ് ചെയ്യുന്നത്? ബീഫിന്റെ ആണ് ചെയ്യുന്നത്. ബീഫിന്റെ ചിലര് ലിവർ, ഈ ചിക്കന്റെ ഒക്കെ ചോദിക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ വന്നതാണ് ചിക്കന്റെ ഒന്ന് പരീക്ഷിച്ചൂടെ? ചിക്കന്റെ പരീക്ഷിക്കാം. അപ്പൊ ഞാനപ്പോ ഉദ്ദേശിച്ചത് ഇത് ലിവർ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള കിട്ടുമല്ലോ, അങ്ങനെയുള്ള ഇതിലാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ ലിവറും
അല്ല ചിക്കന്റെയും പരീക്ഷിക്കാം. ഒരു കാലത്ത് വട്ടും കരളും ട്രെൻഡ് ആയിരുന്നു, അത് വട്ടും കരളും അത് തന്നെ പോട്ടിയും കപ്പ അങ്ങനെയുള്ള ഇതിലൊക്കെ പറഞ്ഞു തീർന്നില്ല, അപ്പൊ തന്നെ റെഡി ആയി. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് മൊരിഞ്ഞ് കിട്ടിയ ഒരല്പം മോൾവശം ഒന്ന് മൊരിഞ്ഞ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഓക്കെ. നല്ല തിളപ്പാണല്ലോ ചേട്ടാ. ഇത് ചില്ലി ചിക്കൻ അല്ലേ? ചില്ലി ചിക്കനാണ് പിന്നെ ഇട്ടോണ്ടിരിക്കുന്നത്. കാഴ്ചയിൽ ഒരുപോലെ, ആഴ്ചയിൽ ഒരുപോലെ ഇരിക്കുള്ളൂ. എന്തെങ്കിലും വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല, ഇത് കട്ട് ചെയ്താൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മളുടെ തന്നെ മാറിപ്പോയത്. ഒരു കവറിൽ 2 ഇട്ടിട്ട് അയ്യോ അത് 2 കവറിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. എല്ലാം അടിപൊളി. നമ്മളിപ്പോ നിൽക്കുന്ന എവിടെയാ? ഇത് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. അഭിമാനം. ഇത് ഞങ്ങളുടെ കട. ഇതൊരു സ്റ്റേഡിയം തുടങ്ങിയ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു കടയുണ്ട്. 98-ലല്ലേ? ഇത് അന്ന് കറണ്ട് പോലും ഉണ്ടായില്ല. മെഴുകുതിരി എത്തിച്ചൊരു 7:30 വരെ നിന്നിട്ട് ഞങ്ങൾ പോകുന്ന സംവിധാനമായിരുന്നു. അതിനായിരുന്നു അത് ചരിത്രം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ ഇപ്പോ ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് ഇത്രയും വരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഉണ്ടാക്കിയ പോലെ കരളിന്റെ സമൂസ, അതിന് എത്ര ഷീറ്റ് നമ്മൾ അടിക്കുന്നുണ്ട് ഒരു ദിവസം? ഒരു 100 ഷീറ്റ് നമ്മൾ ഉണ്ടാക്കും. 100-200 ഒതുങ്ങും അത്. പിന്നെ ഈ റോള് അത് മോഡൽ എന്തെങ്കിലും ഒക്കെ കരളിന്റെ മാത്രം അത്ര ഉണ്ടല്ലോ? കരളിന്റെ മാത്രം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ചില്ലി ചിക്കൻ എത്ര ഷീറ്റ് വരും? ചില്ലി ചിക്കൻ ഉണ്ടാവും അതേ മോഡല്. അത് തീർന്നതനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരു ട്രേ തീരുമ്പോക്കും അടുത്തത് ഒരു ട്രിപ്പ് കൂടി ഉണ്ടാക്കും. അങ്ങനെ ഈ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പം നല്ല ഒരു വിറ്റുവരവ് ഉണ്ടല്ലേ? വിറ്റ് വരെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ഒരു ആവറേജ് കച്ചവടം നടക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. എത്ര മണിക്ക് തുറക്കുന്നത്? ഞങ്ങളുടെ ഒരു 8:30 തുറക്കും. 8:30 പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണി വരെ വൈകിട്ട് ഉണ്ടാവും. 10 മണിക്ക് പോകണമെന്നുള്ള ഉദ്ദേശം. 10, 10:30, 11 ഒക്കെ ആവും ചിലപ്പോഴൊക്കെ. സ്റ്റേഡിയത്തിന്റെ ചരിത്രം ഇപ്പോഴത്തെ നിജസ്ഥിതിയും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും രാപ്പകൽ ഇവിടെ ആൾക്കാർ റണ്ണിങ് ആൻഡ് പാർക്കിംഗ് ആണ്. റണ്ണിങ് ഉണ്ടാവും. ഇത് വൈകിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ചിലപ്പോൾ 24 hours ആക്കിക്കൂടെ? അത്രയും എനിക്ക് വീട്ടിലേക്ക് പോകുന്ന ഒരു സംവിധാനം കൂടി വേണമല്ല. അത് കഴിഞ്ഞാൽ വീട്ടില് 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞാൻ വീട്ടിലെത്തുന്നത്. ഒരു ബോർഡ് പോലും ഇല്ല, 24 hours ഇല്ല. എന്നിട്ട് എന്റെ വൻപിച്ച വിജയം. അത് നമ്മുടെ നിറഞ്ഞ സദസ്സിൽ ഓടുകയാണ്. അത് ആൾക്കാരുടെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞാണ് എന്നോടും വന്ന് ചോദിച്ചിട്ടാണ് വന്നത്. താങ്കളത് ഉണ്ടാക്കണേ ഒന്ന് വീഡിയോ ഒക്കെ ഇട്ടൂടെ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞാണ് ഇങ്ങനെ വന്ന് കിട്ടിയേക്കണത്. അപ്പൊ അത് ഓരോരുത്തർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങളുടെയൊക്കെ ഓരോ വീഡിയോ കൂടി വരുമ്പോൾ ചിലപ്പോ ടോക്കണൊക്കെ വെക്കേണ്ട അവസ്ഥ വരും, എന്താണെന്ന് അറിയില്ല. വന്നാൽ നന്നായത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അടുത്ത എന്തോ പദ്ധതി മനസ്സിലുണ്ട്. അതെന്താണെന്ന് പറ. എന്തോ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. അത് ഇനി ബ്രെഡ് ബണ്ണിന്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് ചെറുതായിട്ട് കണ്ടോ ചിന്തയാണ്. ഓരോ ഐറ്റംസ് ഇങ്ങനെ ഓരോരുത്തർക്ക് അഭിപ്രായം ഉണ്ടാവുമല്ലോ. അത് ഓരോ ആൾക്കാരും വന്ന് പറയും ഇങ്ങനെ ഇന്നും കൂടി തുടങ്ങൂ എന്ന് പറയുമ്പോൾ അത് അഭിപ്രായം നല്ലതാണെങ്കിൽ അത് അംഗീകരിക്കും, ചെയ്യും. നല്ല ചിന്തയെന്നാണ് ലോകം പുരോഗമിക്കുന്നതെന്ന് മനസ്സ് പറയുന്നു. ഇവിടെ അത് തന്നെ തെളിഞ്ഞു എപ്പോഴും ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. വട്ടും കരളും ഹിറ്റ് ആക്കണേ. വട്ടും കരളും നമുക്ക് പ്ലാൻ ഉണ്ട്. ചിക്കൻ്റെ പോട്ടിയോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് പോട്ടിയും കപ്പയൊക്കെ ഇതിനകത്ത് ഫില്ല് ചെയ്യല് എന്തെങ്കിലും ആയിട്ട് ട്രയൽ എന്തെങ്കിലും ഒക്കെ നമുക്ക് കൊടുക്കണമെന്നുണ്ട്. പോട്ടിയും കപ്പയും വരുമ്പോൾ എനിക്കൊന്ന് ഒരു പിഞ്ഞാണത്തിന്റെ ഒരു പാത്രത്തിന്റെ അത്രയും തന്നെയാ ഒരു സമൂസ. ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെ കൊടുക്കാനുള്ളതാണ് ഉദ്ദേശം. കപ്പ ബിരിയാണി കഴിക്കുന്ന പോലെ ഒരു വെറുതെ ട്രെൻഡ് ആക്കി എടുത്തുകൂടെ ചേട്ടാ? ഒരു പ്ലേറ്റ് ഫുള്ളായിട്ട് സമൂസ നിൽക്കുന്ന അതിനകത്ത് കപ്പയും പോട്ടിയും. വാവ്. കപ്പയും പോട്ടിയും കൂടി അവിടെ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് തൃപ്തി ആയിരിക്കുമല്ലോ. ഇപ്പൊ കപ്പയും പോട്ടി പലയിടത്തും കിട്ടാനില്ല. ഉള്ളയിടത്തോട്ട് ആൾക്കാർ ഇടിച്ചു കയറി പോകുന്നുണ്ട്. അപ്പൊ നമ്മെ ഒന്ന് പരീക്ഷ നോക്കാന്നുള്ള താല്പര്യമുണ്ട്, സമയം കൂടി കിട്ടണതനുസരിച്ച്. വേറെന്തെങ്കിലും? വേറെ ഇപ്പൊ അങ്ങനെ ഇല്ല. ഓരോന്നൊക്കെ മനസ്സിൽ പറയണം അങ്ങനെ ഓരോരുത്തർ. പിന്നെ വരുന്നവരും കൂടെ അഭിപ്രായം പറയും. അപ്പൊ അത് നല്ലതാണെങ്കിൽ നമുക്ക് ഒരു നല്ല കാര്യമാണ് എന്നുള്ളത്. അടുത്ത കടയും കൂടെ നമുക്ക് എടുക്കേണ്ടി വരും മിക്കവാറും. ഇത് ഒതുങ്ങി പോവാന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ സേവരേട്ടാ, വളരെ സന്തോഷം. നമുക്ക് ഉള്ളിലേക്ക് ഒന്നുണ്ടോ അല്ലേ? വളരെ ചൂടാണ്. ചൂട് വിഭവങ്ങളാണ് ഇവിടെ കൊടുക്കാറുള്ളൂ സേവരേട്ടൻ. അതിന്റെ വിജയം ആണ് ഇവിടെ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ലിവറിന്റെ ആണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലേ? ഒന്ന് ടേസ്റ്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ലിവറിൻ്റെ ആ ഗ്രേവിയുടെ എല്ലാം ഒരു മിക്സിങ് അടിപൊളിയായിട്ടുണ്ട്. മിക്സിങ്ങിലാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. നല്ല മിക്സിങ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ലോകത്തേക്ക് നാം പോകും. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും.